നല്ലൊരു സിനിമയെ റിവ്യൂ ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല, മോശം സിനിമയെ റിവ്യൂ ചെയ്ത് വിജയിപ്പിക്കാനും പറ്റത്തില്ല. പക്ഷേ അത്യാവശ്യം ഓടിപ്പോകാൻ പറ്റുന്ന ചില പടങ്ങളുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്ന അതിനൊരു നെഗറ്റീവ് സെൻസായി പോകും. പക്ഷേ കുഴപ്പമില്ലാത്ത ചില സിനിമകൾ, ചില തെറ്റുകളുണ്ടാവും, ചില ഫ്ലോസ് ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, വേണേൽ കണ്ടിരിക്കാം. ഇതിനെപ്പറ്റി ഒരു മോശം റിവ്യൂ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 19 ലക്ഷം രൂപയുടെ കൂടുതൽ കളക്ട് ചെയ്തേക്കും. അങ്ങനത്തെ സിനിമകൾക്ക് ഈ റിവ്യൂകൾ ഭയങ്കര വലിയ ദോഷമാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്. കാരണം നല്ല സിനിമകൾ മോശമാണെന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂസ് അത് വിജയിക്കാത്ത സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ചില സിനിമകൾ നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും അത് ചിലപ്പോൾ പെയ്ഡ് റിവ്യൂ ആയിരിക്കും, എന്താണെന്ന് അറിഞ്ഞുകൂടാ, സിനിമ ഓടാതെ ഇരുന്നിട്ടുണ്ട്. സോ സിനിമ നല്ലതാണെങ്കിൽ മാത്രം, സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ ഓടും, റിവ്യൂ എന്താണെങ്കിലും. പക്ഷെ നമ്മൾ ഒരു പെർഫെക്റ്റ് സിനിമ ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എത്രയോ കാലം മനസ്സിലിട്ട് താലോലിച്ച് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് അതെങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നോർത്ത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ കണ്ട് പരിപാടികൾ സെറ്റായി ലൊക്കേഷനിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ പോവുക. ഒരു സിനിമ പ്രാക്ടിക്കലി 30 ദിവസം 35 ദിവസം കൊണ്ട് തീരുന്ന ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് പ്ലാൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്കത് അങ്ങനെ നടക്കണമെന്ന് വിശ്വസിക്കാനേ പറ്റത്തില്ല. അപ്പം പലവിധ ഘടകങ്ങളാൽ ചില കാര്യങ്ങൾ മോശമാവുകയും അതുപോലെ തന്നെ ചില ഘടകങ്ങളാൽ ചില കാര്യങ്ങൾ നല്ലതാവുകയും ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് കൂടുതലും ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ സിനിമയിൽ ചില ഫ്ലോസൊക്കെ ഉണ്ടായെന്നിരിക്കും. ഇതിനെ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നൊരു രോഗിയുടെ മേലുണ്ടാകുന്ന കൈപ്പിഴ പോലെ കണ്ട്, ഒരു വലിയ ക്രിമിനൽ കുറ്റമായി കണ്ട് സിനിമയ്ക്കെതിരെ വിധി എഴുതുമ്പോൾ ആ സിനിമ നേടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ നിർമ്മാതാവിന് കിട്ടാൻ സാധ്യതയുള്ള കടത്തിൻ്റെ അളവിലെങ്കിലും ഒരു കുറവ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ, ആരുടെയും മരണത്തിന് കാരണമാകാത്ത ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ സഹാനുഭാവത്തോടൊക്കെ ഇതിനെ കണ്ടാൽ, റിവ്യൂ ചെയ്യുമ്പോൾ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച്, എല്ലാവരും റിവ്യൂ ചെയ്യുമ്പോൾ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്, അതിനൊന്നും റിവ്യൂ ആയിട്ട് കാണാൻ പറ്റത്തില്ല, ഒരു ക്രിറ്റിസിസമായിട്ട് കാണാൻ പറ്റത്തില്ല. സ്വന്തം അഭിപ്രായം പറഞ്ഞ് കൈയടി നേടാൻ നോക്കുമ്പോൾ അതിന് കിട്ടാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങളുള്ള, ഇപ്പം മിടുക്കന്മാരായ കുട്ടികൾ, ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടികൾ മാത്രം ജീവിച്ചാൽ പോരല്ലോ. ഇവിടെ ആവറേജ് ഒരു ഫസ്റ്റ് ക്ലാസ്സും ഒരു 65-70% മാർക്ക് മേടിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ, അല്ലെങ്കിൽ ഒരു 50% മാർക്ക് മേടിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ. അപ്പോൾ നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല, നീ ഇത്രയും മേടിച്ചുള്ളൂ, നീയൊക്കെ വെറും ഇവനെയൊക്കെ പഠിക്കാൻ വിടുന്നത് തന്നെ വേസ്റ്റാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളോട് നമ്മൾ എന്തോ പറയും? എന്താണ് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ആർക്കാണ് എഡ്യൂക്കേഷൻ വേണ്ടത് അവിടെ? ഈ മാർക്ക് പറഞ്ഞ കുട്ടിക്കാണോ, ഈ കുറ്റം പറയുന്ന ആൾക്കാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ? ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? ആ എൻ്റർടൈൻമെൻറ്റ് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലായില്ലെന്ന് പറഞ്ഞ് ഉടനെ വെട്ടിക്കീറി അതിനെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞതിനൊക്കെ കുറച്ചും കൂടെ സഹാനുഭൂതിയോടുകൂടി ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇത് ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഏരിയ കുറച്ചും കൂടെ ഭംഗിയാക്കാമായിരുന്നു എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവ് ക്രിറ്റിസിസത്തിൽ അല്ലേ പോകേണ്ടത്. അല്ലാതെ എന്നെ കാണുമ്പോൾ ഇപ്പോൾ വർക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഏതാ ചേട്ടാ ഇപ്പോൾ വർക്ക് എന്ന് ചോദിച്ചാൽ നമുക്കൊരു സന്തോഷമുണ്ട് എന്ന് പറയുന്ന പോലെയുള്ള വ്യത്യാസം. ഒരേ ചോദ്യം രണ്ട് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ റിവ്യൂസിനെ പറ്റി എനിക്ക് ഉള്ള അഭിപ്രായം അതാണ്. ഇതാരുടെയും ഈ പറഞ്ഞ പോലെ രോഗി ചത്തുപോകുന്നില്ലല്ലോ, പിന്നെന്തിനാണ് ഈ ഒരു സിനിമയെ തല്ലിക്കൊല്ലുന്നത്? ആ സിനിമ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കുക, ഇഴഞ്ഞാണെങ്കിലും ചിലപ്പോൾ ആ സിനിമ അപ്പുറത്ത് പോയെന്നിരിക്കും, അതിനെ തല്ലിക്കൊന്ന് വലിച്ചു കെട്ടി അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. റിവ്യൂസ് കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ദൈവമേ, ഇത്രയും സഹാനുഭൂതിയോടെ സംസാരിക്കുന്ന ഒരാളാണോ? അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് വേറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിച്ച് സംസാരിക്കുന്നത്? നമ്മളൊക്കെ എവല്യൂഷനിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഞാൻ ഈ തിരുവല്ലക്കാരനെ, ഞാനും ഇതുപോലൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാളാണ്. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ മാറ്റങ്ങൾ വേണമെന്ന് തിരിച്ചറിയുന്നതും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും. എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഞാനിപ്പോൾ
ഇവിടെ ഇരുന്ന് പറയുന്നത്. ഞാനിപ്പം ഇതിനെപ്പറ്റി പറഞ്ഞത് ഞാൻ എങ്ങനെയാണോ ഓരോ വിഷയത്തെയും കാണുന്നത് അതുപോലെയാണ് പറയുന്നത്. അല്ല ഞാനിപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ നിങ്ങൾ ഇത്രയും പേരുടെ ആൾക്കാരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ഇരുന്നൊന്നുമല്ല. എൻ്റെ മോന് മാർക്ക് പറയുമ്പം ഞാൻ അവനെ തല്ലാറില്ല. എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിക്ക് മാർക്ക് പറയുമ്പോൾ അവന് മാർക്ക് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കാറുമില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കാണ് മാർക്ക് പറയുന്നതാ, അവൻ ഇന്ന പരിപാടികളൊക്കെ അവൻ്റെ സ്ട്രോങ് അല്ലേ, നീ അതിന് വിട് ഇത് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്ത ആറ്റിറ്റ്യൂഡൊന്നും. പക്ഷേ ഇത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ മാറി മാറി ഇതാണ് ശരിയെന്നും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ട് ഉപദേശങ്ങൾ കേൾക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇന്ന് ഉപദേശങ്ങൾ കേൾക്കുന്നത് നല്ല കാര്യത്തിനേക്കാൾ ഉപരി ബി ഒറിജിനൽ എന്ന് പറയുന്നതാണ് ഇന്നത്തെ ജനറേഷൻ ജെൻ എക്സ് ജെൻ സി അല്ലേ, ജെൻ സി പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ. പണ്ട് ഉപദേശങ്ങൾ നമ്മൾ മൂത്തവർ പറയുന്നത് കേൾക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ന് മൂത്തവർ പറഞ്ഞാൽ കേട്ടാൽ പഴഞ്ചനായി പോയില്ലേ. ഞാനെന്താണോ അത് ഒറിജിനലായിട്ട് കാണിക്കുന്നിടത്താണ് നമ്മളുടെ അന്തസത്ത ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ജനറേഷൻ സിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത് ശരി ഇന്നത് തെറ്റാന്നൊന്നുമില്ല, നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ചിലപ്പോൾ ഇതിലും മാറ്റം വരും. ഇപ്പം ഞാനിങ്ങനെയാണ്. ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ അന്നും ഈ ഈഗോ കാരണം അല്ലെങ്കിൽ ഇൻഹിബിഷൻസ് കാരണമാണോ ഈ റോളുകൾ തിരഞ്ഞു പോകാതെ? പ്രധാനമായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത് പടം തുടങ്ങാൻ പോകുന്നു ആയിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ വിളിച്ച് ചാൻസ് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കില്ല. പക്ഷേ ഒരു സിനിമ തീരുന്നത് വരെ അതിനകത്ത് അവസരങ്ങളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഏത് സമയത്തും ചിലപ്പോൾ ഒരാൾ മാറാൻ എന്തെങ്കിലും ചില കാസ്റ്റിങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. ഒരു ഹീറോയുടെ ഡേറ്റ് കിട്ടുമ്പോൾ പെട്ടെന്ന് തുടങ്ങുന്നതാണ്, ബാക്കിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കി വരാൻ സമയമെടുക്കും. നമുക്ക് അവസരം കിട്ടിയേക്കുമോ കിട്ടുകയില്ലയോ എന്നുള്ളത് ചിന്തിക്കാതെ ചോദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു കാര്യം. നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്നത് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ലല്ലോ. നമ്മൾ നമ്മുടെ ശ്രമം നടത്തുകയാണ്, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിനിമയും. നമുക്കൊരു ഇമേജ് ഉണ്ടാകുന്നത് വരെ, സിനിമാറ്റിക് ഇമേജ് ഉണ്ടാകുന്നത് വരെ കിട്ടുമോ ഇല്ല എന്നുള്ള ചിന്ത പാടില്ല, പോയി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞില്ല, ചിലപ്പോൾ ഇത് കേൾക്കുന്ന സിനിമയിൽ അവസരം തേടി നടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു ഹെൽപ്ഫുൾ ടിപ്പായേക്കാം. പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനെയൊന്നും കേൾക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ സക്സസ്ഫുൾ സ്റ്റോറീസ് മാത്രമേ അറിയുന്നുള്ളൂ. അവർക്കൊക്കെയും ഈ സക്സസ് കിട്ടുന്നത് ഭയങ്കര ലക്കിലൂടെയും ഒക്കെയാണ്. ഈ സ്ട്രഗിളിൻ്റെ കഥകളൊന്നും അന്ന് വലിയ വിൽപ്പന ചരക്കായിട്ട് ആൾക്കാർക്ക് തോന്നിയിട്ടില്ല. ഇന്ന് പലരും അത് തുറന്ന് പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ സ്ട്രഗിളിൻ്റെ കഥയിൽ ഒരു മാർക്കറ്റ് ഉണ്ടെന്നറിയുന്നതും കൂടുതൽ ആ ചോദ്യങ്ങളിലേക്ക് പോകുന്നതും അത് കൂടുതൽ പേർക്ക് മോട്ടിവേഷനായി മാറുന്നതൊക്കെ. ഈ 2005 ടെലിവിഷൻ നിർത്തുമ്പോൾ അപ്പോൾ ഒരു സ്ട്രോങ് ബേസ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. അബ്രപ്റ്റായിട്ട് നിർത്തുമായിരുന്നു ടെലിവിഷൻ, ഇനി വേണ്ട എന്നുള്ള പോലെ. ടെലിവിഷൻ സിനിമാ മേഖലയിൽ അത്യാവശ്യം വേണ്ട കണക്ഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ ഇനി സിനിമ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടെലിവിഷൻ നിർത്തുമായിരുന്നു. അച്ഛനുറങ്ങാത്ത വീട് 2005 അച്ഛനുറങ്ങാത്ത വീട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സിനിമ അഭിനയം തന്നെ മുന്നോട്ട്. കാരണം ടെലിവിഷനിൽ ജോലി ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പഠിച്ചത് മീഡിയ കമ്മ്യൂണിക്കേഷനാണ്. ഒരു ജോലിക്ക് അർഹനാവുകയാണെങ്കിൽ എനിക്ക് ടെലിവിഷനിലൊക്കെ ജോലി ചെയ്യാം. പക്ഷേ ടെലിവിഷനിൽ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ സിനിമയിൽ എന്തെങ്കിലും ആവണം, അത് അഭിനേതാവെന്നുള്ള രീതിയിൽ തന്നെ ആവണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അച്ഛനുറങ്ങാത്ത വീട് ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ലാലുവേട്ടനും ഞാനും ലാൽ ജോസും ഞാനും കുറേ യാത്രകൾ നടത്തി അതിൻ്റെ പ്രൊമോഷന് വേണ്ടി. അങ്ങനെ കറങ്ങി തിരുവല്ലയിലും എത്തി. അവിടെ വെച്ച് ബ്ലസ്സിയേട്ടൻ്റെ വീട്ടിൽ പോയി. ബ്ലസ്സിയേട്ടൻ്റെ വീട്ടിലിരുന്നിട്ട് പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ അവരെന്നോട് ഒരു ഉപദേശം പോലെ പറഞ്ഞു, നീ TV ഒക്കെ ഒന്ന് കുറയ്ക്കും, നീ സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഞാൻ അക്ഷരം പ്രതി പാലിച്ചു. ഞാൻ TV കുറയ്ക്കുകയല്ല, ഞാൻ TV നിർത്തി. സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാതായിപ്പോയി. അതുകൊണ്ടാണ് ഈ വലിയ ഗ്യാപ്പ് വന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക? സിനിമയ്ക്ക് വേണ്ടി മാറി നിന്നു. പക്ഷെ അത് വലിയ ഗുണമായെന്നാണ് ഞാനിപ്പോൾ തോന്നുന്നത്. കാരണം 2008 പിടിക്കാൻ 2008 ഞാനൊരു 8 മാസം TV ചെയ്തു.
2008 കഴിഞ്ഞിട്ട് ഇതിപ്പം 2024 2008 രണ്ടും 16 വർഷം ഞാൻ ടി വിയിൽ നിന്ന് മാറി നിന്നു. അപ്പോൾ ഇന്ന് ഒരു 20-22 വയസ്സുള്ള ഒരു കുട്ടിക്ക് അറിയില്ല ഞാൻ ടെലിവിഷൻ ആങ്കർ ആണെന്നുള്ളത്. സോ അത് നന്നായില്ല. അതുകൊണ്ട് എന്നെ അവർക്കൊരു ക്യാരക്ടറായിട്ട് കാണുമ്പോൾ എന്നെ ഒരു ക്യാരക്ടറായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ ഒരു വലിയ ഗ്യാപ്പ് കൊണ്ടായിരിക്കും. സിനിമയിൽ വേണ്ട ബന്ധങ്ങൾ ആക്ച്വലി അന്ന് ആ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ ഇന്നും നമുക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഹലോ പറഞ്ഞാൽ വീണ്ടും തുടരാൻ പറ്റുന്ന രീതിയിൽ അന്ന് ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാതായിപ്പോയി. അതിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ ആ ബന്ധങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല. ഇന്ന് ഇത്രയും കാലം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു തൊഴിലിന് വേണ്ടി മാറി നിൽക്കുകയും അതിൽ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ബന്ധത്തെ ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു മീൻസ് അതൊക്കെ ആത്മാർത്ഥമായ ബന്ധങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളെക്കാൾ ഉപരി ആ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പം നമ്മളെ അവർ ഉപയോഗിച്ചാലും നമ്മൾ അവരെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒന്നും ബാധിക്കുന്നൊരു കേസല്ല. കാരണം ഞാൻ ഇവിടെയാണ് 10-24 കൊല്ലമായിട്ട്. നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ആ ഇപ്പോൾ ഒരു നാടാണെന്നുണ്ടെങ്കിൽ ആ സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരനായി കഴിഞ്ഞാൽ 10 വർഷത്തെ ബ്രേക്ക് വീട്ടിലപ്പോൾ എന്തായിരുന്നു പേഴ്സ്യൂ ചെയ്തുകൊണ്ടിരുന്നത്? എന്തായിരുന്നു ആ സമയത്ത്? സ്വന്തം ഫാദർ ഒരു പുഷ് തന്നിട്ടാണല്ലോ ഈ ഒരു ഫീൽഡിലോട്ടേക്ക് സ്റ്റെപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ചത്. അപ്പോൾ ഫാദർ ഒരു റിഗ്രറ്റോ അങ്ങനെ എന്തെങ്കിലും? പപ്പായ്ക്ക് റിഗ്രറ്റ് ഉണ്ടായി. പ്രത്യേകിച്ചും പപ്പ 2010 പപ്പായ്ക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. പിന്നെ പപ്പായുടെ കൂടെ ഞാൻ ഒരു വർഷം പപ്പായുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് അത് എനിക്ക് പണിയില്ലായിരുന്നുകൊണ്ടാണ് നടന്നത്. പപ്പായുടെ കൂടെ എല്ലായിടത്തും പോകാനും വെല്ലൂരൊക്കെ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ ഫുൾ ടൈം ഞാൻ തന്നെയായിരുന്നു. പപ്പായ്ക്ക് അന്നേരം ഒരു പ്രയാസം തോന്നി, ഞാൻ സമയം വെറുതെ കളയുകയാണല്ലോ എന്ന് പറയുന്നത്. കാരണം ഞാൻ പോകുന്ന ട്രാക്ക് ശരിയല്ല എന്ന് പപ്പായ്ക്ക് മനസ്സിലായി. ഇതല്ല അവൻ പോകേണ്ട റൂട്ട്. അപ്പോൾ പപ്പ എന്നോട് ചോദിക്കുക, എന്താണ് നിൻ്റെ പ്ലാൻ, എന്താണ് നിൻ്റെ സിനിമയിൽ എന്താണ് പ്ലാൻ? അപ്പോൾ പപ്പായെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ എഴുത്തു തുടങ്ങി, കഥകൾ എഴുതാൻ തുടങ്ങി, സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. അങ്ങനെ പ്രൊജക്റ്റുകളിലേക്കൊക്കെ പെയ്യെ നീങ്ങിയൊക്കെ തുടങ്ങി. കാരണം ഈ സിനിമകൾ വെറുതെ ഇരിക്കുകയല്ലേ. ഇപ്പോൾ ദിവസവും 2 സിനിമ 3 സിനിമയെങ്കിലും കാണും. അത് വെച്ചിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പം അത് വെച്ചല്ലെങ്കിലും അതിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ജെനുവിൻ കഥകൾ ഉണ്ടാക്കാനും സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ച് പപ്പായെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പപ്പായ്ക്ക് വളരെ കറക്റ്റായിട്ട് അറിയായിരുന്നു ഇതല്ല റൂട്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വലിയൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പപ്പ മരിക്കുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഉച്ചവരെയൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പപ്പ ഉച്ചയ്ക്ക് കിടന്നിട്ടാണ് ആ കിടപ്പിലാണ് പപ്പ മരിക്കുന്നത്. അപ്പം അന്ന് ഡോക്ടേഴ്സിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എല്ലാവരും അടുത്ത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ഫീലില്ലായിരുന്നു. കാരണം പപ്പ ചിരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് പപ്പ പറഞ്ഞു, മക്കളെല്ലാം കണ്ടിട്ട് പപ്പ എന്നോട് പറഞ്ഞു, നിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല, നീ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോളൂ എന്നെനിക്കൊരു വിശ്വാസമുണ്ട്, നിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പപ്പ പോയത്. അത് ജെനുവിനായിട്ട് പറഞ്ഞതാണോ അത് ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ പല അവസരങ്ങളും എനിക്ക് ഞാൻ പോകുന്ന പല വഴികളും എനിക്ക് കിട്ടുന്ന പല വേദനകളും പല സന്തോഷങ്ങളിലും ഒക്കെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഒരു അനുഗ്രഹമോ ഗൈഡൻസോ ആയിരിക്കാം മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.